കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഓണോത്സവത്തിന്റെ 2ാം ദിവസത്തെ സമ്മേളനം ബഹുമാന്യനായ ഇരവിപുരം എം.എൽ.എ. ശ്രീ നൌഷാദ് അവർകൾ നിർവഹിച്ചു. ഓണം, അധ്യാപകർ, സമുദ്രതീരം, ഇത് മൂന്നും ഒരുമിക്കുമ്പോൾ കേരള സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മനസ്സുള്ളവരാണ് മലയാളികൾ. അതിന് തെളിവാണ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം. അങ്ങനെ നമ്മളെ ആക്കിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച, ഇപ്പോഴും വഹിക്കുന്ന ആഘോഷമാണ് ഓണം. മാവേലി നാടുവാണിടും കാലം. അടുത്ത വരി എന്തുവാ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മനസ്സിലായില്ലേ? ആ സന്ദേശം ഇന്നും കേരള സമൂഹം അത് ശിരസാ വഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സമുദ്രതീരം. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ച 10ഓളം അധ്യാപകർക്ക് ഈ ചടങ്ങിൽ ആദരവ് നൽകുകയുണ്ടായി. മധുസൂദനൻ കെ, സി ഭുവനചന്ദ്രൻ, ഹരിലാൽ ആർ, സി ലീല, ശാന്തകുമാരി, സുഭദ്രാമ, ഗംഗ ജി എസ്, അജിത, ഷിബ പുഷ്പാങ്കദൻ തുടങ്ങിയ അധ്യാപകരെയാണ് സമുദ്രതീരം കൂട്ടുകുടുംബം സ്നേഹാദരവ് നൽകി ആദരിച്ചത്. സമുദ്രതീരം ചെയർമാൻ ശ്രീ റുവൽ സിംഗ് നൌഷാദ് എം.എൽ.എക്ക് സ്നേഹോപകാരം നൽകി ആദരിച്ചു. പ്രസ്തുത ചടങ്ങിൽ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണിയമ്മ അധ്യക്ഷത വഹിച്ചു. ഓരോ ദിവസവും ആദരിക്കപ്പെടുന്ന അധ്യാപകരുടെ കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പം കഴിഞ്ഞ അധ്യാപക ദിനം നമ്മളെല്ലാവരും ഓർത്തു വയ്ക്കേണ്ട ദിനം ആണെങ്കിൽ കൂടി, നമ്മൾ അധ്യാപകരെന്ന് പറയുമ്പോൾ അധ്യാപകർ നമുക്ക് അക്ഷരം പറഞ്ഞു തരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും അഭ്യസിക്കുന്ന വിദ്യയേക്കാളേറെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ജീവിത മികവ് ഉയർത്താൻ വേണ്ടിയുമൊക്കെ നമ്മളെ സഹായിക്കുന്ന അധ്യാപകരെ ആദരിക്കപ്പെടുന്നത് ഏറ്റവും വിശിഷ്ടമായൊരു കർമ്മം തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വേളയിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട്. സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, ചെയർമാൻ എം റുവൽ സിംഗ്, CPIM കല്ലുവാതുക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി സലീം, ശ്രീകുമാർ പ്ലാക്കാട്, മുരളീധരൻ പിള്ള, മാമ്പള്ളി ജി രഘുനാഥൻ എന്നിവർ ആശംസ അറിയിപ്പിച്ചു. സമുദ്രതീരം ഇവിടെ ഇത് ആരംഭിച്ചിട്ട് ഇപ്പം 2-3 വർഷങ്ങളായി. അന്ന് ഉദ്ഘാടന സമയത്ത് നമ്മളെ നമ്മളെ MLA ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇവിടുന്ന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും അദ്ദേഹം നേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വിളിച്ചപ്പോൾ പോലും അദ്ദേഹം ഒരെതിരും അറിയാതെ നേരെ നമ്മളെ സമുദ്രതീരത്തേക്ക് വരികയാണ് ഉണ്ടായത്. നാട്ടിലെല്ലാം തന്നെ ഓണമുണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ അച്ഛനമ്മമാർക്കും ആ ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് സമുദ്രതീരം സംഘടിപ്പിച്ചിരിക്കുന്ന ഓണാഘോഷം തീർച്ചയായിട്ടും വലിയ മഹത്തരമുള്ള ഒന്നാണ്. ലോകത്തെവിടെയും മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ, പൊതുവായ അടിച്ചമർത്തപ്പെട്ടവരെ സ്നേഹിക്കുന്ന ആളുകൾ കുരിശിലേറിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ ഒന്ന് മാത്രമാണ് വാമനൻ്റെ അവതാരവും മഹാബലിയുടെ തിരോധാനവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സ്വർഗീയ ലോകം വരും. ഇനി വരേണ്ടിയത് സ്വർഗലോകമാണ്. സ്വർഗലോകം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുള്ള സർവ്വ ദുർവികാരങ്ങളും, കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എല്ലാം ത്യജിച്ചിട്ട് സ്നേഹം, ശാന്തി, ആനന്ദം, സുഖം, സന്തോഷം, ശക്തി നേടണം. അത് നേടണമെങ്കിൽ ശരീരബോധത്തിൽ നടന്നാൽ പറ്റത്തില്ല, ആത്മബോധത്തിലേക്ക് തിരിക്കണം. ഞാൻ ആത്മാവാണെന്നുള്ള ബോധം, ബന്ധുമിത്രാദികളെ എല്ലാം മറന്നിട്ട്, ദേഹസഹിതം ദേഹത്തിൻ്റെ സർവവും മറന്നിട്ട് ആത്മബോധത്തിൽ വന്നിട്ട് പരമാത്മാവിനെ ഓർമ്മിക്കാനാണ് പറയുന്നത്. ഞാൻ ഈ സമുദ്രതീരവുമായിട്ട് ഒത്തിരി നാളുകൾ കൊണ്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം 35ഓളം അംഗങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്ന രീതി, കൃത്യമായിട്ട് വസ്ത്രധാരണം ചെയ്ത് കൃത്യസമയത്ത് മരുന്നുകൾ കൊടുത്ത്, രോഗമുള്ളവർക്ക് മരുന്നുകൾ കൊടുത്ത് അവർക്ക് ആനന്ദം പകരുവാൻ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിച്ച്
എത്ര സുഖമായിട്ടാണ് അവരിവിടെ കഴിയുന്നത്. തുടർന്ന് ആദരവ് ലഭിച്ച അധ്യാപകർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു സംസാരിക്കുകയുണ്ടായി. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് ആർ രജീഷ് നന്ദി പ്രകാശിപ്പിച്ചു.